സലാം സാബേ പ്ലീസ് ഒന്നും ഇങ്ങോട്ട് നോക്കി. അയാളെ നാട്ടിൽ പോയാണല്ലോ ഞാൻ പ്രസംഗിച്ച്. അയാളുടെ നാടറിയാവുക മുക്കത്താണല്ലോ ഞാൻ പ്രസംഗിച്ച്. അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അയാൾക്ക് മറുപടിയും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അദ്ദേഹം അതിലെ അയാൾ ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പിന്നെ സംസ്ഥാന മുഷാവറ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പണ്ഡിത സഭയാണ്. അതിൽപ്പെട്ട ഒരു അംഗമാണ്. ആഹാ, സമസ്ത മുഷാവറ അംഗാണല്ലേ? അയാൾ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും പ്രാതിനിധ്യം വഹിച്ച ആളാണോ? അദ്ദേഹം ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയിൽ മെമ്പറാണ്. ഈ ഗവൺമെന്റ് കൊടുത്തത്. സാധാരണഗതിയിൽ സമസ്തക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു പ്രാതിനിധ്യം കൊടുക്കാറില്ല. ഹജ്ജ് കമ്മിറ്റിയിലുള്ള ആളല്ലേ? ശരി. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാ, മുക്കും ഉമർ ഫൈസി നിങ്ങൾക്ക് ശരിക്കും അറിയാം. എനിക്കങ്ങനെ ഒരാളറിഞ്ഞു. അത് കിടക്കണ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഓപ്പറേഷൻ തുഫാൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഫോൺ കോൾ മതി, നിങ്ങൾ എടുക്കൽ കേരള പോലീസ് എത്തും. ഈ മയക്കുമരുന്ന് രോഗിയുടെ നടുവൊടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കിടാ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ നമ്മളെ സമുദായ പാർട്ടിയെ തെറ്റിദ്ധരിക്കും. ആരും തെറ്റിദ്ധരിക്കരുത്, കുറ്റം പറയരുത്. അവര് സ്വർഗത്തിലേക്കുള്ള കോണിക്ക് പെയിന്റ് അടിക്കുന്ന തിരക്കിലാ, ബുദ്ധിമുട്ടാക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സമുദായ പാർട്ടി ചെയ്യുന്നത് പോലെ എന്റെ ഉമ്മാക്കും ഉപ്പാക്കെല്ലാം വിളിച്ചോളി, അതിന് കുഴപ്പമൊന്നുമില്ല. അവരൊന്നും പറയരുതേ. സ്വർഗത്തിലേക്കുള്ള കോണിയുള്ള പാർട്ടിയാ. ഇതെന്താ സംഭവം എന്ന് പറയാം നിങ്ങൾക്ക്? നമ്മളെ നാടുകളിലൊക്കെ നിങ്ങൾ ഇപ്പൊ പരിശോധിച്ച് നോക്കിയാല് SKSF-ന്റെ കൊടിയും SSF-ന്റെ കൊടി, സമസ്ത രണ്ട് വിഭാഗത്തിന്റെ കൊടി, സംസ്ഥാനയുടെ കൊടിയൊക്കെ പിടിച്ച് നബിദിനം ആഘോഷിക്കാൻ വേണ്ടി ഇപ്പോ ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. മറ്റോ ഒരു വിളംബരമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച്, സുന്നികളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു വിളംബര ജാഥ എന്നൊരു ആശയം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളിപ്പോ അതിന് ആമീൻ. നമ്മളെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, അതിന്റെ പ്രവർത്തകരാണ്, ഖാദിമീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നസീർ സഖാഫ് നമുക്ക് സംയുക്തമായി ഞങ്ങൾ കൂടി ആലോചിച്ച് അതിനൊരു പ്രഖ്യാപിക്കുക എന്നുള്ള നിലക്കാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എല്ലാവരും തയ്യാറല്ല അതിനെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന് മുന്നോടിയായി നമുക്കൊരു വിളംബര ജാഥ, നമ്മുടെ സുന്നികൾ ഒരുമിച്ച്, എല്ലാവരും ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളെ താനാളൂർ വട്ടത്താനി വരെയെങ്കിലും ഇൻഷാ അല്ലാഹ് സലാമൊക്കെ. പിന്നെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സംയുക്ത കമ്മിറ്റി ഉണ്ടല്ലോ, കമ്മിറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലാവുമ്പോഴത്തേനൊക്കെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്ലിങ്ങൾ തമ്മിൽ യാതൊരു ഭിന്നതയും ഉണ്ടാകാൻ പാടില്ല എന്ന് ജനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്തവരും ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ ഐക്യത്തോടുകൂടി നിന്നാലേ നാട്ടിന് പുരോഗതി ഉണ്ടാകൂ. സംഘികൾക്കും വഹാബികൾക്കും ഒഴിച്ച് എല്ലാവർക്കും അറിയാം, അതില്ലാതാക്കലാണ് വഹാബികളുടെയും സംഘികളുടെയും ലക്ഷ്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഐക്യത്തോടെ, ആവേശത്തോടെ വരും വർഷങ്ങളിൽ നല്ല ഉഷാറോടുകൂടി നടക്കും. അങ്ങനെ ആയാൽ പിന്നെ നമ്മളെ പദ്ധതികളൊക്കെ പൊളിയൂലേ? അത് ശൈത്താൻ ഇഷ്ടപ്പെടൂലല്ലോ. നമ്മള് മുസ്ലിം ലീഗ് എന്ന പേരിൽ വഹാബി ലീഗ് ഉണ്ടാക്കിയത് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ പിന്നെ ഇവരങ്ങ് ഐക്യപ്പെടാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ ആലോചിച്ചുണ്ടാക്കിയതാണ്. വടകരയിലും മുണ്ടുമൊഴിയിലൊക്കെ ഈ അടി APK പറഞ്ഞ് ഏതായാലും തല്ലുകൂടാൻ പറ്റൂല, കാരണം ജനങ്ങൾക്കൊക്കെ ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവർക്കൊരു ബുദ്ധി ഉദിച്ചത്. നബിദിനത്തിന് തല്ല് എന്നും പറയാം, തമ്മിൽ തല്ലിക്കുകയും ചെയ്യാം. വടകര പള്ളിയിൽ ഖത്തീബിനെ മാറ്റണം എന്നുള്ള പ്രശ്നം രൂക്ഷമാക്കി കൊണ്ടുവരിക, മുണ്ടുമൊഴിയിൽ
SKSSFന്റെ കൊടി വേണ്ട എന്നും പ്രഖ്യാപിക്കുക. സ്വാഭാവികമായും കാലാകാലങ്ങളായി SKSSFന്റെ കൊടി പിടിക്കുന്ന നബിദിന റാലിയിൽ പതിവ് പോലെ പിടിക്കും. ആ പേരും പറഞ്ഞ് ഉമ്മക്കടി ഉണ്ടാക്കാം. ഉമ്മളെ സമുദായ പാർട്ടി അല്ലട്ടോ വഹാബി ലീഗ് അടി തുടങ്ങി. എങ്ങനെയുണ്ട്? നെജ്ജപ്പം തിന്ന രണ്ടുണ്ട് കാര്യം. നബിദിനത്തിന് അടി നടന്നു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യും, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യാം. എപ്പടി ഐഡിയ? അതാണ് നുമ്മ വഹാബി ലീഗ്.